നമ്മൾ ഓരോ ദിവസവും വാർത്ത കേൾക്കുന്നത് ആത്മഹത്യ, കൊലപാതകം, പീഡനം ഒരുപാട് വാർത്തകൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈയിടയ്ക്ക് ഇപ്പം ഒരു വാർത്ത വന്നതായിരുന്നു. ഒരു പെൺകുട്ടി, നമ്മളെ കേരളത്തിലല്ല, പുറത്ത് ഒരു പെൺകുട്ടിയെ കാമുകൻ കറങ്ങാൻ വിളിച്ചുകൊണ്ട് പോയി. അവിടെ പോയി അവൻ്റെ കാമുകൻ്റെ കൂട്ടുകാരന്മാർക്ക് പെൺകുട്ടിയെ അതായത് അവന്മാർ എല്ലാവരും കൂടെ പെൺകുട്ടിയെ വളഞ്ഞിട്ട് പീഡിപ്പിച്ച് അവസാനം ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. അങ്ങനത്തെ ഒരു വാർത്തകളൊക്കെ നമ്മൾ ഇഷ്ടം പോലെ കേൾക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പോഴും പുറത്ത് പറയാൻ പറ്റാത്ത പറയാൻ പറ്റാത്ത പെൺകുട്ടികൾ, അതായത് അവരുടെ ജീവിതം നടന്ന പല സംഭവങ്ങളും പുറത്ത് പറയാൻ പറ്റാത്ത പേടിച്ച് ജീവിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ ഇഷ്ടം പോലെയുണ്ട്. അവർക്കൊന്ന് പുറത്ത് പറയാൻ തന്നെ പേടിയാണ്. അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പറയാൻ പേടികൾ. അങ്ങനെ ഒരുപാട് പെൺകുട്ടികൾ നമ്മളെ സമൂഹത്തിൽ ഇഷ്ടം പോലെയുണ്ട്. ഇതിപ്പോൾ ഞാൻ പറയാൻ കാരണം, നമ്മുടെ പെൺകുട്ടികൾക്ക് പറ്റുന്ന ഒരു അബദ്ധമാണ്. നമ്മുടെ നാട് വിട്ട് പുറത്തോട്ട് പഠിക്കാൻ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ പോകുന്ന സമയത്ത് ഇവർക്കൊരു ഏജ് കഴിഞ്ഞാൽ ഒരു കൂട്ട് വേണം. മനസ്സിലായില്ലേ? അവർക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഒരു തെറ്റില്ല, അത് ഈ പ്രകൃതിയുടെ ഒരു നിയമമാണ്. മനസ്സിലായി? ഒരു പെണ്ണിന് ആണ് തുണ എന്നത് ഈ പ്രകൃതിയുടെ ഒരു നിയമമാണ്. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്, ഇപ്പോൾ ഏതൊരാണായാലും നമ്മൾ ആ ഒരു പ്രായം കഴിഞ്ഞ് നമ്മൾ ആഗ്രഹിക്കുന്ന നമുക്കൊരു പെൺകുട്ടി വേണം. നമുക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെങ്കിലും നമുക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യണമെങ്കിൽ നമുക്കൊരു പെൺകുട്ടിയോ, അല്ലെങ്കിൽ ആണിനാണെങ്കിൽ ഒരു പെൺകുട്ടി തന്നെ വേണം, പെണ്ണിനാണെങ്കിൽ ഒരു ആണ് തന്നെ വേണം. അപ്പോൾ ഇവിടെ പറ്റുന്ന മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഫ്രണ്ട്ഷിപ്പ്, മനസ്സിലായില്ലേ? നമ്മൾ സെലക്ട് ചെയ്യുന്ന വ്യക്തിയിലാണ് നമുക്ക് പലർക്കും ചതി പറ്റുന്നത്. കൂടുതലും പെൺകുട്ടികൾക്കാണ് ഈ ചതി പറ്റുന്നത്. നമ്മൾ ആൺകുട്ടികൾ, ഞാൻ ഒരു കാര്യം പറയും, എല്ലാ ആൺകുട്ടികളും മോശമെന്നല്ല ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ പെൺകുട്ടികളും മോശമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇതിൽ മോശപ്പെട്ട കുറേ ആൾക്കാരുണ്ട്, മനസ്സിലായില്ലേ? ചതി, അതായത് മനസ്സിനകത്ത് ചതിയും കൊണ്ട് നടക്കുന്ന, മുഖം മൂടിയിട്ട കുറേ ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്. ഞാൻ ഇപ്പോൾ എടുത്തു പറയുന്നത് കുറച്ച് ആൺകുട്ടികളുടെ കാര്യങ്ങളാണ്. ഇതിപ്പം പെൺകുട്ടികൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് പറയുന്നൊരു കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ആൺകുട്ടികളുടെ കാര്യം പറയുന്നത്. മുഖം മൂടിയിട്ട് നടക്കുന്ന കുറേ പയ്യന്മാരുണ്ട് പെൺകുട്ടിയെ വളയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ നല്ല പ്രണയം നടിച്ച് വരുന്ന, നല്ല സ്നേഹം, അതായത് എനിക്ക് ആ പെൺകുട്ടിയെ വേണം, അല്ലെങ്കിൽ എനിക്ക് ആ പെൺകുട്ടി കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് ഉറപ്പിച്ച്, അതായത് നല്ല പ്രണയം ആയിട്ട് വരുന്ന കുറേ പയ്യന്മാരുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ പയ്യന്മാരുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, എനിക്ക് ആ പെൺകുട്ടിയെ വേണം. അത് എന്ത് വേണമെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ചിലപ്പം അവളെ ശരീരം ആഗ്രഹിച്ചു വരുന്ന ഒരുപാട് പയ്യന്മാരുണ്ട്. പക്ഷെ നമ്മൾ അവരെയാണ് സൂക്ഷിക്കേണ്ടത്. അത് ഈ പെൺകുട്ടികൾക്ക് പലർക്കും അറിയത്തില്ല. അതായത് നമ്മളിപ്പോൾ ഒരു പെൺകുട്ടി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ഇഷ്ടമെന്ന് പറഞ്ഞാൽ കാമം നിറഞ്ഞൊരു ഇഷ്ടമാണ്. മനസ്സിലായില്ല? അവരെ പ്രണയം എന്ന് പറയുന്നത് കാമം മാത്രമേ അവർക്കുള്ളൂ. ഇപ്പോഴത്തെ പ്രണയം എന്ന് പറഞ്ഞാൽ കാമം നിറഞ്ഞൊരു പ്രണയം തന്നെയാണ്. എന്നാലും ഒരു പ്യുവർ ലവ്, അല്ലെങ്കിൽ യഥാർത്ഥ ഒരു പ്രണയമൊക്കെ വളരെ ചുരുക്കം ചിലർക്കേ ഉള്ളൂ ഇപ്പം. കാരണം എല്ലാവർക്കും ഇപ്പം എന്താ പറയുക, ഒരു പെണ്ണ് വേണം, എവിടെയെങ്കിലും റൂം എടുക്കുക, കൊണ്ടുപോകുക, ആ ഒരു മൈൻഡിൽ നടക്കുന്ന ഒരുപാട് പയ്യന്മാരുണ്ട്. അപ്പോൾ ഇവന്മാരെ നമ്മൾ പ്രത്യേകിച്ച് സൂക്ഷിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അവിടെയാണ് നമ്മളെ പെൺകുട്ടികൾക്ക് ചതി പറ്റുന്നത്. ഇവർക്ക് സെലക്ഷനിൽ തെറ്റിപ്പോവും, പയ്യന്മാരെ സെലക്ഷനിൽ. അതായത് ഇവർ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് കുറേ കാര്യങ്ങളുണ്ട്. ഇവർ ആദ്യമേ ഒന്ന് സെൻറ്റി അടിക്കാൻ തുടങ്ങും. അവരുടെ ജീവിതത്തിൽ അവർ ഒറ്റപ്പെട്ടു പോയ കുറേ കാര്യങ്ങൾ നമ്മളെ പെൺകുട്ടികൾക്ക് സെൻറ്റി, അതായത് ഒരു 50-ൽ ഒരു 60% പെൺകുട്ടികൾ ഈ സെൻറ്റിയിൽ വീണ് പോകണതാണ്. അതായത് വന്നുടങ്ങി തന്നെ ആദ്യം നമ്മൾ ഒരു ആണെന്ന് വെച്ചാൽ ഒരു പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ A to Z അവളൊരു ക്യാരക്ടർ പിടികിട്ടും. ഈ ഒരു വീക്ക്നെസ്, അതായത് അവളെ ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ വീഴ്ത്തി അവൾ പെട്ടെന്ന് വിഴും എന്ന കുറേ വീക്ക്നെസ് ഈ പയ്യന്മാർക്കുണ്ട്, അറിയാൻ പറ്റും പെൺകുട്ടികളുടെ കാര്യത്തിൽ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ പെൺകുട്ടികൾ എന്താ പറയുക, പെൺകുട്ടികൾ എല്ലാവരും പറയുന്ന പെൺകുട്ടികൾ ഭയങ്കര സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതാണ്. ഒരു പയ്യനെ കിട്ടിക്കഴിഞ്ഞാൽ അവൾ മാക്സിമം നോക്കും, ഒരു ചുക്കുമില്ല. മനസ്സിലായില്ലേ? അവരൊന്നും നോക്കില്ല, അവർ മനസ്സിനകത്ത് വെച്ചുകൊണ്ട് നടക്കും, അവർ പുറത്ത് പറയില്ല. ഒരു ആൺകുട്ടിയെ ഇഷ്ടമാണെങ്കിൽ അവർ കൂടുതലും പുറത്ത് വിട്ടു കൊടുക്കില്ല. ബെസ്റ്റ് ഫ്രണ്ടാണെങ്കിൽ പോലും കുറച്ച് ചുരുക്കം ചെറിയ കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട് നടക്കുക. എനിക്ക് ഒരു പയ്യൻ എന്നെ നോക്കുന്നുണ്ട്, പക്ഷേ അവനെ വാച്ച് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അവരറിയത്തില്ല. മനസ്സിലായില്ലേ? ഒരു പെൺകുട്ടി അവരെ വാച്ച് ചെയ്യും. ഇവരെന്താണെന്നറിയാമോ? ഇവർ കൂടുതൽ നോക്കുന്നത് ഇങ്ങനെ കാണാൻ ഇങ്ങനെ കൊള്ളാമോ, ഭയങ്കര സെറ്റപ്പ് തന്നെ, ബോഡി സെറ്റപ്പ് തന്നെ, ബൈക്ക് ഏതാണ്. ഇപ്പോഴത്തെ പെൺകുട്ടികൾ കൂടുതൽ അതാണ് നോക്കുന്നത്. അവന് ഏത് ബൈക്കുണ്ട്, കാണാൻ എങ്ങനെ, അവൻ്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെ, കമ്മലിട്ടിട്ടുണ്ട്, ടാറ്റു അടിച്ചിട്ടുണ്ട്, ഇതൊക്കെ ആയിരിക്കും കൂടുതലും പെൺകുട്ടികൾ നോക്കുന്നത്. അപ്പോൾ അവരെ അടുത്ത് കൂടുതലായിട്ട് അവരെ അന്വേഷിക്കാൻ പോലും ആ പയ്യനെക്കുറിച്ച് ഇവരെ മനസ്സിനകത്തുള്ള എനിക്ക് ഇങ്ങനത്തെ ഒരു പയ്യൻ വേണം. പക്ഷേ അവർ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, ഞാൻ ഈ പയ്യനെ സ്നേഹിച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാർക്ക്, എൻ്റെ അച്ഛനും അമ്മയ്ക്ക്, എൻ്റെ സഹോദരനൊക്കെ ഇവനെ ഇഷ്ടമാകുമോ, അല്ലെങ്കിൽ എൻ്റെ അച്ഛന് നാളെ ഒരാളടുത്ത് പറയാൻ പറ്റുമോ ഇതാണ് എൻ്റെ മോളുടെ ഭർത്താവ് എന്നൊന്നും അവർ ചിന്തിക്കില്ല. മനസ്സിലായില്ലേ? ഇങ്ങനെ ചിന്തിക്കുന്ന ചുരുക്കം ചില പെൺകുട്ടികൾ മാത്രമേ അത് ചിന്തിക്കൂ. മനസ്സിലായില്ല? എൻ്റെ വീട്ടുകാർക്കും കൂടി ഇഷ്ടപ്പെടുന്നൊരു പയ്യനായിരിക്കണം, അല്ലെങ്കിൽ നമ്മളെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്ന ജോലിയുള്ളൊരു പയ്യനായിരിക്കണം. അങ്ങനെ ചുരുക്കം ചില പെൺകുട്ടികൾ മാത്രമേ അതൊക്കെ ചിന്തിക്കാറുള്ളൂ.
ബാക്കി കുറേ പെൺകുട്ടികളുണ്ട്, എനിക്ക് ഇങ്ങനത്തെ പയ്യനായിരിക്കണം വേണം, എനിക്ക് ഇങ്ങനത്തെ ഭയങ്കര ബൈക്കിലൊക്കെ അടിച്ച് പറക്കണ പയ്യനെ വേണം, കയ്യിലൊക്കെ ഇത്രയും ടാറ്റു പിടിച്ച പയ്യൻ വേണം, മുടി ഇങ്ങനെ ഒരുമാതിരി വെട്ടി കറപറ നടക്കണം, മുടി മറ്റേ അങ്ങനത്തെ ഇപ്പോൾ കുറേ പയ്യന്മാർ വാളി ചേർക്കമല്ല അതുപോലത്തെ പയ്യന്മാരാണ് വേണ്ടത്. അങ്ങനെ അവർ സ്വന്തമായിട്ട് അവരെ മനസ്സിനകത്ത് അവരെ പയ്യനെക്കുറിച്ചൊരു ഇമേജ് ഈ പെൺകുട്ടിക്ക് ഓൾറെഡി നേരത്തെ കാണും. അപ്പോൾ അങ്ങനത്തെ സെറ്റപ്പുള്ളൊരു പയ്യനെ കിട്ടിക്കഴിഞ്ഞാൽ ഇവർ കണക്റ്റ് ആവും. അപ്പോൾ ഈ കണക്റ്റ് ആവുന്നതിലാണ് ഇവർക്കൊരു മിസ്റ്റേക്ക് പറ്റുന്നത്, മനസ്സിലായില്ലേ ഈ പെൺകുട്ടികൾക്ക്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പയ്യൻ അന്വേഷിച്ച് നിങ്ങളൊരു പയ്യൻ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുക, നീ ഇഷ്ടപ്പെടുന്ന സമയത്ത് സംസാരിക്കുന്ന ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, മനസ്സിലായില്ലേ. അവർക്ക് കാര്യം നടക്കണം. അവരെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ കൊണ്ടുപോകണം, അവരെ കാര്യം നടത്തണം. ആ ഒരു ലെവലിൽ എത്തിക്കും കൊണ്ട് മാന്യമായിട്ട് സ്നേഹിക്കുന്ന പയ്യന്മാരുണ്ട്. അവരാദ്യമേ സ്നേഹിച്ച് തുറന്നു പറയും, എനിക്കിഷ്ടമാണ്, മറ്റതാണ്, അതാണ്, ഞാൻ വീട്ടുകാരുമായിട്ട് വന്ന് സംസാരിക്കട്ടെ എന്നൊക്കെ ഡീസൻ്റായിട്ട് സംസാരിക്കുന്ന ഒരുപാട് പയ്യന്മാർ. എല്ലാവരും പെർഫെക്റ്റ് എന്ന് ഞാൻ പറയില്ല, എന്നാലും ഞാൻ പറയുന്നുണ്ട്. കാരണം ഒരു യഥാർത്ഥ പ്രണയം ഇഷ്ടപ്പെടുന്ന പയ്യനാണ് ഉറപ്പായിട്ടും നിങ്ങളത് ഇഷ്ടമാണെന്ന് പറയുകയും ചെയ്യും. പെണ്ണ് വന്ന് ചോദിക്കുകയും ചെയ്യും. പിന്നെ അടിച്ചുകൊണ്ട് പോകുന്ന പയ്യന്മാർ, അത് സാഹചര്യം മോശമാണെങ്കിൽ മാത്രമായിരിക്കും പയ്യന്മാർ അടിച്ചുകൊണ്ട് പോവുക. വേറെ കുറേ പയ്യന്മാരുണ്ട് വീട്ടുകാരറിയിക്കില്ല, അവർക്ക് കാര്യം നടക്കാൻ വേണ്ടി. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഇനി ഇങ്ങനെ വരുന്ന സമയത്ത് ഇവരെ വീട്ടുകാരെ കൊണ്ട് നിങ്ങളെ സംസാരിപ്പിക്കത്തില്ല, അച്ഛനും അമ്മയും കൊണ്ട് നിങ്ങളെ സംസാരിപ്പിക്കത്തില്ല, അച്ഛനമ്മയും പരിചയപ്പെടുത്തി തരത്തില്ല. അവർ സ്വന്തം ഇതായിട്ട് നടക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞ് ബാക്കിൽ കൂടെ നടക്കും. അവർക്ക് കാര്യം സാധിക്കണം, മനസ്സിലായില്ലേ. അവർക്ക് കിട്ടേണ്ട സാധനം നിങ്ങളെ നിന്ന് കിട്ടണം. അതിന് വേണ്ടിയിട്ട് അവർ മാക്സിമം തറപ്പരിപാടി എല്ലാം കാണിക്കും. നിങ്ങൾ പോകേണ്ടിടത്തെല്ലാം വരും. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. സീരിയസ് ആയിട്ട് സ്നേഹിക്കുന്ന പയ്യന്മാരും ഉണ്ട്. പക്ഷേ അവരെന്ന് ചെന്നാലുമ്പോൾ നിങ്ങൾ സീരിയസ് ആയിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരമ്മയൊക്കെ, അതായത് പുള്ളിക്കാരൻ വീട്ടിലൊക്കെ പറഞ്ഞിരിക്കും, ഇതല്ല ഒരു പെൺകുട്ടി എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് ആ പെൺകുട്ടി കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് അവൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞിരിക്കും. പിന്നീട് അവൻ നിങ്ങളുമായിട്ട് മിണ്ടിക്കഴിഞ്ഞാൽ അവൻ ചോദിക്കും, ഞാൻ കെട്ടിക്കോട്ടെ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവരട്ടെ, അത് വീട്ടിൽ ചോദിച്ചോട്ടെ എന്നൊക്കെ നിങ്ങളെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. അവൻ അന്വേഷിക്കും. അപ്പം നിങ്ങൾക്ക് തന്നെ ഓട്ടോമാറ്റിക് മനസ്സിലാവും, ശരിയാണല്ലോ. മനസ്സിലാവേണ്ട കാര്യം ഒരുപാട് വഴികൾ അവിടെ തന്നെ തുറന്നു വരും. ചിലപ്പോൾ പയ്യൻ്റെ അമ്മയായിട്ട് ചിലപ്പോൾ നിങ്ങൾ കാണേണ്ടി വരും, അല്ലെങ്കിൽ പയ്യൻ്റെ അമ്മ ചിലപ്പോൾ നിങ്ങളോട് സംസാരിച്ചെന്ന് വരും. യഥാർത്ഥ പ്രണയങ്ങളൊക്കെ ഒരുപാട് അങ്ങനെ വരാറുണ്ട്. ഫേക്ക് ലവ്, അതായത് കാമം നിറഞ്ഞ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ബാക്കിൽ നിന്ന് നടന്ന് ഭയങ്കര ഒലിപ്പീരായിരിക്കും, മനസ്സിലായില്ല. അവൻ സെൻറ്റി അടിച്ച് വീഴ്ത്താൻ നോക്കും, മാക്സിമം സെൻറ്റി അടിക്കും. എൻ്റെ ജീവിതത്തിൽ പണ്ട് ഇങ്ങനെ ഒരു പെണ്ണുണ്ടായിരുന്നു, അവളെൻ്റെ തേച്ചിട്ട് പോയി, മറ്റതാണ് മറിച്ചാണ്, വീട്ടിലാണ് സാഹചര്യം ഭയങ്കര മോശമാണ്, ഞാൻ കഷ്ടപ്പെട്ടൊക്കെ പണിയെടുത്തിട്ടൊക്കെയാണ് ഇങ്ങനെ നടക്കുന്നത്, അങ്ങനെ നടക്കണമെന്നൊക്കെ പറഞ്ഞ് സെൻറ്റി അടിച്ച് നിങ്ങളെ വീഴ്ത്തും, മനസ്സിലായില്ലേ. പിന്നെ രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവൻ്റെ കൂട്ടുകെട്ട്. മനസ്സിലായി, നിങ്ങളെ പ്രണയിക്കുന്ന സമയത്ത് അവൻ്റെ കൂട്ടുകെട്ട് എങ്ങനെയാ കൂട്ടുകെട്ടെന്നൊക്കെ നോക്കണം. മോശം കൂട്ടുകെട്ടാണെങ്കിൽ ദയവ് ചെയ്ത് തല വയ്ക്കാൻ പോവല്ലേ, മനസ്സിലായില്ലേ. ഇതിലൊക്കെയാണ് നിങ്ങൾക്ക് പറ്റുന്ന അബദ്ധങ്ങളൊക്കെ, ഒരുപാട് പേർക്ക് പറ്റുന്ന അബദ്ധം. ഈ പയ്യൻ്റെ കൂട്ടുകെട്ടൊക്കെ ഭയങ്കര മോശമായിരിക്കും. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, കഞ്ചാവ് അടിക്കുന്നതാണ്, വെള്ളം അടിക്കുന്ന കാര്യങ്ങളൊക്കെ ആണെന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ വിചാരിക്കും, ഇതൊക്കെ ഞാൻ കല്യാണത്തിന് ശേഷം മാറ്റിയെടുക്കും, നിങ്ങൾക്ക് തോന്നും. പക്ഷേ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല, മനസ്സിലായില്ലേ. ചുരുക്കം 10 പേരിൽ ഒരാളായിട്ട് മാറേയുള്ളൂ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഈ കൂട്ടുകെട്ടാണ് ഏറ്റവും അധികം വഷളാക്കുന്നത്, ഒരു പയ്യനെ വഴിതെറ്റിക്കുകയെന്ന് വെച്ചാൽ അവൻ്റെ കൂട്ടുകെട്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ പറഞ്ഞു തന്നാലും നിങ്ങളെ തലയിൽ കയറത്തില്ല. നിങ്ങൾക്ക് അവ സംസാരിക്കാം, ഞാനുമായിട്ടൊക്കെ സംസാരിക്കാം. നിങ്ങൾ സംസാരിച്ച് വരുമ്പോൾ അവൻ്റെ സംസാരം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ശരിക്കും കൊള്ളാമല്ലോ, എനിക്ക് പറ്റിയ ഒരാളാണ്, അവൻ്റെ സംസാരം കൊള്ളാം, അവൻ്റെ പെരുമാറ്റം കൊള്ളാം, അവൻ ഭയങ്കര സെറ്റപ്പാണ്. ഈ സംസാരിച്ച് വീഴ്ത്തുന്ന പയ്യന്മാരൊക്കെ മാക്സിമം സൂക്ഷിക്കുക. എല്ലാ പയ്യന്മാരും ഞാൻ വീണ്ടും എടുത്തു പറയുന്ന കാര്യം എല്ലാ പയ്യന്മാരെയൊന്നും അല്ല. ഇപ്പം നിങ്ങളൊരു ചതിയിൽ പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4-5 ക്ലൂ നിങ്ങളെ മുന്നിൽ തന്നെ വരും. പക്ഷേ നിങ്ങളത് മൈൻഡ് ചെയ്യാതെ ഇരിക്കല്ലേ. നിങ്ങൾക്കത് ഭയങ്കര സംശയമായിരിക്കും. നിങ്ങൾ ഫ്രണ്ട്സോട്ട് ഷെയർ ചെയ്യുക, പറയാടി ഇങ്ങനൊരു പയ്യനുമായിട്ടൊരു കണക്ഷനുണ്ട്, പക്ഷേ അവനെ എനിക്ക് ചെറിയ സംശയങ്ങൾ തോന്നുന്നുണ്ട്. അതായത് നിങ്ങളൊരു ഉടായിപ്പ് പയ്യനാണ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ദയവായിട്ട് തന്നെ നിങ്ങൾ കുറേ ക്ലൂ നിങ്ങളെ കൊണ്ടിട്ട് തരും. ഇവൻ ചെറിയ ഉടായിപ്പാണെന്നൊക്കെയുള്ള ക്ലൂ നിങ്ങളെ കൊണ്ടിട്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ഞാൻ ശരിയാക്കി എടുക്കാം, ഞാൻ കല്യാണത്തിന് ശേഷം അവനെ ശരിയാക്കി എടുക്കുക എന്നൊരു ചിന്ത നിങ്ങളെ തലയിൽ കൊണ്ടുവരല്ലേ, മനസ്സിലായില്ലേ. നിങ്ങൾ ആദ്യം വീട്ടിൽ പറയുക, അമ്മ ഇതേപോലെ അല്ലെങ്കിൽ അച്ഛൻ ഇതേപോലെ പയ്യ ഇതേപോലെ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെ ഒന്ന്, അല്ലെങ്കിൽ നിങ്ങളെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ തുറന്ന് പറയുക. മനസ്സിലായില്ല. ഇങ്ങനെ കുറേ അടുത്ത് പറയുമ്പോൾ അവരിങ്ങനെ വായിക്കുന്ന സമയത്ത് അവൻ്റെ സ്വഭാവങ്ങളൊക്കെ മനസ്സിലാവും. കാരണം ഇനിയുള്ള കാലഘട്ടത്തിൽ പണ്ടത്തെ പോലെ നിങ്ങൾ ഒരു പയ്യൻ്റെ സ്വഭാവം കണ്ടുപിടിക്കാൻ സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും, മനസ്സിലായില്ലേ. പെൺകുട്ടികൾക്ക് അത് പലരും അത് നോക്കുന്നില്ല. പലരും അവർ സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ പയ്യൻ്റെ ഫ്ലാഷ് ബാക്ക് അന്വേഷിക്കാൻ പോകുന്നില്ല. അവിടെയാണ് നിങ്ങൾക്ക് വരുന്ന അബദ്ധം. നിങ്ങൾ അന്വേഷിക്കണം ഒരു പയ്യൻ്റെ ഫ്ലാഷ് ബാക്ക്. അവൻ നിന്നെ സ്നേഹിക്കുന്ന മുമ്പ് അവൻ എങ്ങനെയായിരുന്നു, അവൻ്റെ കൂട്ടുകെട്ട് എങ്ങനെ, അവൻ്റെ വീട് എങ്ങനെ, അവൻ്റെ സാമ്പത്തികം എങ്ങനെ, അവൻ്റെ ജോലി എന്താണ്, അവൻ്റെ വീട്ടുകാരോട്ടൊക്കെ നിങ്ങൾ മാക്സിമം
എന്താ പറയുക, മാക്സിമം സംസാരിക്കാൻ ശ്രമിക്കുക. മനസ്സിലായി? അവ ഒരു ഉടായിപ്പാണെങ്കിൽ അവൻ അപ്പം തന്നെ വലിയും. വീട്ടുകാരോട്ടൊക്കെ സംസാരിക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾ സംസാരിക്കാൻ പറ്റില്ല എന്നല്ല, നിങ്ങൾക്ക് സാഹചര്യം കിട്ടും, സംസാരിക്കുന്ന സാഹചര്യം ഇഷ്ടം പോലെ കിട്ടും. അവർ ഉടായിപ്പാണെങ്കിൽ പക്ക ഫ്രോഡാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങളാരും അതിലോട്ട് ഇറങ്ങിത്തിരിക്കുന്നില്ല. മനസ്സിലായില്ലേ? നിങ്ങളെന്താ പറയുക, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പയ്യനാണ്, അവനെ ഞാൻ ശരിയാക്കി എടുക്കുക, അവനെ ഞാൻ ശരിയാക്കി എന്നാ, അവിടെയാണ് നിങ്ങൾക്ക് ചതി പറ്റുന്നത്. മനസ്സിലായില്ലേ? നിങ്ങൾ ഇറങ്ങിത്തിരിക്കണം. നിങ്ങളൊരു പയ്യനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഞാൻ പ്രണയിക്കണമെന്ന് ഞാൻ പറയില്ല, ഇത് പ്രണയിക്കാൻ വേണ്ടി കുറേ പിള്ളേർ നടക്കുന്നുണ്ട്, അവരെ കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ പറയാം. നിങ്ങൾ ആരെയും പ്രണയിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങിത്തിരിക്കണം. അവൻ്റെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഇറങ്ങിത്തിരിക്കാൻ. മനസ്സിലായില്ല? അല്ലെങ്കിൽ നിങ്ങളും ചതിയിൽ പെടും. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ നല്ല പഠിച്ച് ജോലി വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ വീട്ടുകാരെയാണ് നല്ലൊരു അടിപൊളി പയ്യനെ കണ്ടെത്തുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ജോലിയുള്ളൊരു പയ്യനെ തന്നെ നിങ്ങളും കണ്ടെത്തണം. മനസ്സിലായില്ല? അല്ലാതെ വാലാകോല നടക്കുന്ന പയ്യന്മാരെ ബാക്കിൽ നടന്നു വെറുതെ നിങ്ങളെ സമയം കളഞ്ഞ് ജീവിതം നശിപ്പിക്കല്ലോ ദയവ് ചെയ്ത്. പഠിച്ച് നല്ല ജോലി വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റിയ പയ്യനെ നിങ്ങളെ വീട്ടുകാരെന്നെ കണ്ടുപിടിക്കും. സന്തോഷത്തോടെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. അത് നിങ്ങൾ എവിടെയെങ്കിലും കിടക്കണ വല്ല ചൊറി സാധനത്തിനെ പിടിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുവരും. നിങ്ങൾ അമ്മയ്ക്കും അച്ഛനൊക്കെ വെളിയിൽ തന്നെ പറയാനൊക്കെ നാണക്കേടായിരിക്കും. എൻ്റെ മോളെ മരുമോനാണ്, എൻ്റെ മോളെ ഭർത്താവാണ്, എൻ്റെ മരുമോനാണെന്ന് പറയുമ്പോൾ തന്നെ അവൻ്റെ ജോലിയും കൂലിയും കാണില്ല. എവിടെയെങ്കിലും വെള്ളം അടിച്ചിടണം വല്ല കീടമായിരിക്കും. അവനെയൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്കൊരു സഹോദരനുണ്ടെങ്കിൽ അവനെ പുറത്ത് പറയാനൊരു നാണക്കേടായിരിക്കും. അച്ഛനാണെങ്കിൽ പറയാൻ തന്നെ നാണായിരിക്കും, എൻ്റെ മരുമോനാണെന്ന് പറയാൻ തന്നെ നാണക്കേടായിരിക്കും. അപ്പോൾ മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഓക്കെ, എനിക്കിതിൽ കൂടുതലായിട്ടൊന്നും വേറൊന്നും പറയാനില്ല. അപ്പോൾ ദയവ് ചെയ്ത് ഈ ചതിയിലൊക്കെ പെടുന്ന പിള്ളേരൊക്കെ ഇഷ്ടം പോലെ കാണും. അപ്പോൾ അതുകൊണ്ട് ഈ ചതിയിൽ പെടാതെ വളരെയധികം സൂക്ഷിക്കണം നിങ്ങളൊക്കെ. ഓക്കെ.